ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മാർച്ച് ആകുമ്പോൾ നമ്മുടെ അടിനെല്ലാം പൂക്കണ്ടേ. ഇപ്പോഴേ ചൂടായി കേട്ടോ. ഹൈദരാബാദിൽ സൺഡേ ചെയ്യുന്ന പണിയാണ് ഇതൊക്കെ. സോ ഒത്തിരി വില കൂടിയ അഡീനിയംസ് 3-4 ഉണ്ട്. 3-4 കുറേ ഉണ്ട് ഗ്രാഫ്റ്റഡ് അഡീനിയംസ്. സോ അതൊരു പഴയ പോട്ടിലായിരിക്കും. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമെന്നോർത്താണ്. അതും കാഡക്സ് അങ്ങ് വലിയതായി. സോ കമ്പോസ്റ്റും കൊക്കപ്പട്ടും ബോൺ പൗഡറും പിന്നെ ഇൻസെക്ട്സ് പൗഡറും ഞാനിവിടെ. ഇൻസെക്ട്സ് പൗഡർ എന്തിനാണ് ഇടുന്നത് വെച്ചാൽ കുറേ നാൾ കഴിയുമ്പോൾ ഇതിനടിയിലോട്ട് ഉറുമ്പുകൾ കയറും, വെള്ള ഉറുമ്പ്, പിന്നെ ചെറിയ ചെറിയ കൃമികളും കയറും. അപ്പം നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് കുറയും. സോ അതുകൂടെ ഇച്ചിരി അങ്ങ് മിക്സ് ചെയ്തിട്ടേക്കും ഞാൻ കണ്ടോ. പിന്നെ ഈ ചെടികളെ നശിപ്പിക്കുന്നത് എന്നാന്ന് വെച്ചാൽ വേറെ ചെടികൾ അതിനകത്ത് കയറി കിളിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എയർ എൻട്രി കുറയും, ഓക്സിജൻ കുറയും. സോ അത് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം. ഇപ്പം അടി എല്ലാം ചെടികളെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ആ മണ്ണൊന്ന് സ്മൂത്തൻ ചെയ്തിട്ട് ഇച്ചിരി കമ്പോസ്റ്റ് ഇട്ടാലും മതി. ഇപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പോട്ട് ഒത്തിരി പഴയ പോട്ടാണേ. അതല്ല സ്റ്റാൻഡേർഡ് ഒന്നിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഒന്ന് എടുത്തേക്കാമെന്ന് ഓർത്ത് ഇങ്ങനത്തെ പോട്ടെല്ലാം. എല്ലാവരും 8 എന്ന് ഞാൻ ചേഞ്ച് ചെയ്തു. സോ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് കാണാം. നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻസെക്ട്സ് ഒക്കെ ഇരിക്കുന്നത് കാണാം കേട്ടോ. എന്നിട്ട് അതങ്ങ് ഞാൻ നല്ലതായിട്ട് കഴുകി ഇച്ചിരി നേരം വെയിലത്തൊന്ന് വെക്കും കേട്ടോ. എന്നിട്ട് അങ്ങ് പോട്ട് ചെയ്യും. ഇതുണ്ട് ഇവൾ എൻ്റെ കൂടെ സൺഡേ ഇങ്ങനെ ഇരിക്കും മുടിക്കകത്ത്. അവൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സൺഡേ. ഇത് കഴുകി കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ ഇച്ചിരി നേരം ഡ്രൈ ചെയ്തിട്ട് കല്ലിട്ട് പിന്നെ ഞാൻ ഇച്ചിരി മണ്ണിട്ടു കല്ലിൻ്റെ മുകളിൽ. എന്നുവെച്ചാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചകിരിയല്ല കരിയില ഇടും. ഉണക്കരിയില വെയിറ്റ് ഇച്ചിരി കുറയാനായി കമ്പോസ്റ്റില്ല കൊക്കപ്പട്ടും കരിയില ഇടുന്നത്. അപ്പം വെയിറ്റ് കുറവാണെങ്കിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തുകൊണ്ട് നടക്കാം. പൈന ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കാം, താഴെ വെക്കാം. അങ്ങനെ പൂക്കൾ നല്ല നിറഞ്ഞ് പൂവായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് സെറാമിക് ബോട്ടിലോട്ട് കയറ്റി വെക്കാം. അതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത സാധനം ഇല്ലേ, അതായത് ബോൺ മീലെല്ലാം കൂടെ മിക്സ് ചെയ്തെല്ലാം കൂടെ എടുത്ത് ഇടുക. ഇട്ടിട്ട് നമ്മുടെ കാഡക്സ് ഫിക്സ് ആയിരുന്ന പോലെ നമ്മൾ നോക്കണം. ഇതെല്ലാം കൂടെ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ എന്നാ ചെയ്യുന്നോ, കാഡക്സ് ഒത്തിരി പുറത്താവും. കാഡക്സ് ഒത്തിരി പുറത്താകരുത്. കാഡക്സ് ഇച്ചിരി അകത്തായിരിക്കണം. പിന്നെ കാഡക്സ് അകത്തായിട്ട് അങ്ങനെ ചെയ്യാനൊക്കെയുള്ളൂ. എന്നിട്ടത് ഇപ്പം നോക്കിയാൽ എൻ്റെ ഈ മൊത്തം ബ്രാഞ്ച് റൂട്ടെല്ലാം ഒത്തിരി ആയതുകൊണ്ട് അതെല്ലാം ഞാൻ വെട്ടിക്കളയുമ്പം അവർക്ക് നല്ല ഗ്രോത്ത് ആകും. അതുകൊണ്ട് ഡാമേജ് ഒന്നും ആകത്തില്ല കേട്ടോ. എനിക്കൊന്നും ഒരു ഡാമേജ് ഒന്നും ആയിട്ടില്ല. എന്നിട്ട് അത് വെച്ചിട്ട് ചുറ്റിനും ബാക്കി ബാക്കി മിക്സ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ അങ്ങിട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഇച്ചിരി വെയിലത്തോട്ട് അങ്ങ് വെക്കും കേട്ടോ. മറ്റു ചെടികളെപ്പോലെ തണലത്ത് വെക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.